ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യമുനയിൽ ഡി മണിയെ ചെന്നൈയിൽ ചോദ്യം ചെയ്തു. ഇന്നും ചോദ്യം ചെയ്യൽ തുടരും. വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നീക്കം. ഹരിമോഹൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഹരിമോഹൻ, ഡി മണിയെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. എന്തൊക്കെ നിർണായക വിവരങ്ങളിലേക്കാണ് ഇനി SIT നീങ്ങുക? ആര്യ, ഇന്നലെയാണ് ചെന്നൈയിൽ SITയുടെ ഒരു സംഘം എത്തിയത്. വ്യവസായിയുടെ മൊഴിയുടെ, അതായത് രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ ഒരു വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു സംഘം ചെന്നൈയിലേക്ക് പുറപ്പെട്ടിരുന്നത്. അവിടെ എത്തിക്കൊണ്ടാണ് ഡി മണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ഇപ്പോഴും ആ പേര് എത്രത്തോളം വാസ്തവമാണ്, അതായത് യഥാർത്ഥ പേരാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഡി മണി എന്ന് പറയുന്ന വ്യവസായി മൊഴിയിൽ പരാമർശിച്ചിട്ടുള്ള വ്യക്തിയെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. അതായത് ഇന്നലെയാണ് ആ ചോദ്യം ചെയ്യൽ നടന്നത്. രാത്രി ഏറെ വൈകി ആ ചോദ്യം ചെയ്യൽ നടന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. ഈ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും എന്നുള്ളതാണ്. അതായത് ഡി മണിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള നിലപാടിലാണ് SIT എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ഈ മണിയാണ് പഞ്ചലോഹ വിഗ്രഹങ്ങൾ, അതായത് ഏകദേശം 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ വാങ്ങി എന്നുള്ള മൊഴി നേരത്തെ വ്യവസായിയിൽ നിന്ന് ലഭിച്ചിരുന്നു. അതിന് ഉതകുന്ന പണം ഇയാൾ നേരത്തെ നൽകിയിരുന്നു. അതായത് ഈ ഡി മണി പഞ്ചലോഹ വിഗ്രഹങ്ങൾ വാങ്ങുകയും പണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ശബരിമലയുമായി ബന്ധപ്പെട്ട അധികാരസ്ഥാനത്തുള്ള ഒരു ഉന്നതനും നൽകിയിട്ടുണ്ട് എന്നുള്ള മൊഴിയാണ് നേരത്തെ വ്യവസായി നൽകിയിരുന്നത്. അതും തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വന്ന പണം കൈമാറി എന്നുള്ളതായിരുന്നു മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി മണി എന്ന് പറയുന്ന വ്യക്തിയെ SIT ഫോണിൽ ബന്ധപ്പെടുകയും ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുകയും ഒടുവിൽ ചെന്നൈയിലേക്ക് പുറപ്പെടുകയും ചെയ്തത്. അങ്ങനെ ചെന്നൈയിൽ എത്തിക്കൊണ്ടാണ് ഇയാളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടുതലായി നേരിട്ട് ശേഖരിക്കാൻ വേണ്ടി SIT തുടങ്ങിയത്. ഇന്നലെ ഏറെ നേരം ഡി മണിയുമായി ഇക്കാര്യം സംസാരിക്കുകയും അതൊരു ചോദ്യം ചെയ്യലിന്റെ സ്വഭാവത്തിൽ തന്നെ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിരവധി തവണ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇയാൾ ഇടപെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരമാണ് എന്നുകൂടി SIT പറയുകയാണ്. ഇതിൽ വിഗ്രഹങ്ങൾ വാങ്ങിയതടക്കമുള്ള കാര്യങ്ങളിൽ മണി എത്രത്തോളം വിശ്വാസയോഗ്യമായ മറുപടി നൽകി എന്നുള്ള കാര്യം നമുക്ക് ഇന്നത്തെ ചോദ്യം ചെയ്യൽ കൂടി കഴിഞ്ഞാൽ മാത്രമേ ഉറപ്പിച്ച് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായി ഒരു കാലത്ത് ബന്ധമുണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് ഡി മണി അഥവാ ദാവൂദ് മണി എന്ന് വിളിക്കുന്ന ഈ വ്യക്തി എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ടതില്ല. ഇയാൾ ഈ അടുത്ത കാലത്തായി മാത്രമാണോ സജീവമല്ലാതിരുന്നത്. പക്ഷേ ഇയാൾ 2019-20 കാലഘട്ടത്തിൽ, അതായത് രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ വ്യവസായി നൽകിയിട്ടുള്ള മൊഴി പ്രകാരം ഉള്ള കാലഘട്ടത്തിലൊക്കെ തന്നെ വളരെ സജീവമായി ഈ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമൊക്കെയായി ബന്ധമുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ പഞ്ചലോഹ വിഗ്രഹം അടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ വാങ്ങിയതെന്നടക്കം പറയുന്നുണ്ട്. എന്തായാലും അതിൽ ഇന്നത്തെ ചോദ്യം ചെയ്യൽ കൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ വ്യക്തത വന്നേക്കും. ആര്യ, തീർച്ചയായും ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. വിനീത വേണു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിനീത, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഈ പുരാവസ്തു സംഘവുമായി ബന്ധപ്പെട്ട, പുരാവസ്തു കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ബന്ധം. അതിലെ ഏറ്റവും നിർണായകമായ കണ്ണിയാണ് ഈ ഡി മണി എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. അപ്പോൾ ഈ ഡി മണിയെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായക ഘട്ടത്തിലാണ് എന്ന് പറയാം, അല്ലേ? അതാണ് ആര്യ, ഏറ്റവും പ്രധാനം. ഇതിൽ വ്യവസായി നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരത്ത് വെച്ച് വിഗ്രഹക്കടത്തിനുള്ള പണം കൈമാറ്റം ചെയ്തു എന്നതാണ്. അന്ന് ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു ഉന്നതനും, അതായത് ശബരിമലയുമായി അടുത്ത ബന്ധമുള്ള ഒരു ഉന്നതനും പണം കൈമാറുന്ന സമയത്ത് ഒരുമിച്ചുണ്ടായിരുന്നു എന്നാണ് മൊഴിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. തനിക്ക് ഇക്കാര്യങ്ങളെല്ലാം നേരിട്ട് അറിയാമെന്നായിരുന്നു വ്യവസായിയുടെ മൊഴി. ഈ ഡി മണിയെ ചോദ്യം ചെയ്തതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പുറം ഉണ്ടായിരുന്ന ഉന്നതനാര് എന്നത് തന്നെയാണ് ചോദ്യമായി വരുന്നത്. അതിൽ ഉത്തരം ലഭിക്കുമെന്ന് തന്നെയാണ് SIT പ്രതീക്ഷിക്കുന്നത്. ഈ ഉന്നതനെ കണ്ടെത്തുക എന്നത് ഏറെ നിർണായകമാണ്. അങ്ങനെയെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഈ 2 ദിവസത്തെ ചോദ്യം ചെയ്യൽ അത് ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ആ ഉന്നതനാര് എന്നതിൽ ഡി മണി മൊഴി നൽകിയോ, ഉന്നതനാര് എന്നത് ഡി മണി മൊഴി നൽകിയോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ശബരിമലയുമായി ബന്ധമുള്ള ആ ഉന്നതനാര് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെന്നൈ സ്വദേശിയായ ഡി മണിക്ക് ഈ വിഗ്രഹക്കടത്തുമായി, അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുമായി നിർണായക ബന്ധമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് ഡി മണി എന്നതാണ് നിലവിൽ SIT മനസ്സിലാക്കിയിരിക്കുന്ന വ്യവസായിയുടെ മൊഴിയിൽ നിന്നും. അക്കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്.
4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തി എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് എന്തിനുപയോഗിച്ചു, ആർക്ക് നൽകി, അതിൽ എത്രത്തോളം പണം ലഭിച്ചു എന്നതൊക്കെ തന്നെയാണ് പ്രധാനമായും അറിയേണ്ടത്. ഈ സ്വർണ്ണക്കൊള്ളയിൽ നമ്മൾക്കറിയാവുന്നതുപോലെ സ്വർണം ഉരുക്കിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പായി നടന്നത്. ആ സ്വർണത്തിന്റെ ബാക്കി കണ്ടെത്തേണ്ടതുണ്ട്. അതും ഡി മണിയുടെ കൈകളിലാണോ എത്തിയത്, അതോ മറ്റാരൊക്കെ ഇതിൽ പങ്കാളിയായി ഉണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. സ്വർണം ഒരുക്കിയതിനേക്കാൾ വലിയ വിഗ്രഹക്കടത്ത് ശബരിമലയിൽ നടന്നു എന്നാണ് മലയാളിയായ വിദേശ വ്യവസായി ഉറപ്പിച്ചു പറയുന്നത്. അദ്ദേഹം 2019-20 കാലത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട 4 പഞ്ചലോഹ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ പറയുന്നത്. അത് രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് വിറ്റു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഡി മണിയെ ചോദ്യം ചെയ്യുന്നതിനും ഈ രാജ്യാന്തര വിഗ്രഹ കടത്തിലേക്കുള്ള നിർണായക ലീഡ് കൂടിയായി മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഹൈക്കോടതിയാണ് ഇക്കാര്യത്തിൽ രാജ്യാന്തര വിഗ്രഹക്കടത്തുമായി ബന്ധമുണ്ടോ എന്ന് നിർണായകമായ ചോദ്യം ചോദിക്കുന്നത് ഹൈക്കോടതിയാണ്. പിന്നീട് ഒരു ഘട്ടത്തിൽ SITയുടെ അന്വേഷണം വഴിമുട്ടി നിന്ന സമയത്ത് കോടതി രൂക്ഷമായ ഭാഷയിൽ SITയെ വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ട് പ്രധാനപ്പെട്ട ആളുകളിലേക്ക് അന്വേഷണം പോകുന്നില്ല, അല്ലെങ്കിൽ വിഗ്രഹക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുന്നില്ല, ഇവർക്ക് രക്ഷപ്പെടാനുള്ള അവസരമാണെന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഇതാ ഇപ്പോൾ ഡി മണിയെ ചോദ്യം ചെയ്യുന്നതോടെ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഡി മണിയുടെ ഇടപാടുകൾ തന്നെ ഏറെ ദുരൂഹവുമാണ്. നമുക്ക് അറിയാവുന്നതുപോലെ ദുബായ് മണി അല്ലെങ്കിൽ ദാവൂദ് മണി എന്നൊക്കെയുള്ള പേരിൽ ഇയാൾ അറിയപ്പെടുന്നു എന്നുള്ള ചില വിവരങ്ങൾ, ഇയാൾക്ക് വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്, ആ ഗ്യാങ്ങിൽപ്പെട്ടയാളാണ് തുടങ്ങിയ വിവരങ്ങൾ മാത്രമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഡി മണിയുടെ ഇടപാടുകൾ എന്താണ്, ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഉന്നതനും ഡി മണിയും തമ്മിലുള്ള ഇടപാടുകൾ എന്തൊക്കെയാണ്, ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയതിനപ്പുറം എന്തൊക്കെ ഇടപാടുകളാണ് ഇവർ നടത്തിയിട്ടുള്ളത്, അങ്ങനെ നിർണായകമായ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുണ്ട്. അതൊക്കെ തന്നെയും ശബരിമല സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക ലീഡിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഉന്നതനിലേക്ക് അന്വേഷണം എത്തും ഡി മണിയെ ചോദ്യം ചെയ്തതിന് പിന്നാലെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്നുകൊണ്ട് നടത്തിയ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ വിഗ്രഹക്കടത്തും നടന്നിട്ടുണ്ട്. ആ പഞ്ചലോഹ വിഗ്രഹങ്ങൾ അത് എവിടെ നിന്ന് ലഭിച്ചതാണെന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. SITയുടെ തുടർന്നുള്ള നീക്കങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. വിഗ്രഹങ്ങൾ കൊടുക്കാൻ ഈ ശബരിമലയുടെ ഭരണ ചുമതലയുള്ള ഉന്നതൻ ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. അത് ശബരിമലയിലേത് മാത്രമായ വിഗ്രഹങ്ങളാണോ, അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും ഇവർ നേടിയെടുത്തതാണോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി അറിയണം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും വലിയ സ്വാധീനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡി മണിയുടെ ചോദ്യം ചെയ്യൽ ഏറെ നിർണായകവുമാവുന്നത്. ഈ ഏറ്റവും പ്രധാനം 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്ത് വെച്ച് വിഗ്രഹക്കടത്തിനുള്ള പണം കൈമാറ്റം നടന്നു എന്നുള്ളത്. അതൊരു ഹോട്ടലിൽ വെച്ച് നടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഹോട്ടലിൽ ഇവർ എത്തിയത് എങ്ങനെയാണ്, ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തത് ആരെയാണ്, ഇവരെയൊക്കെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ, ഭരണതലത്തിൽ ബന്ധമുള്ള മറ്റുള്ളവരുണ്ടായിരുന്നോ, പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് റോളുണ്ടോ, അവർക്ക് ഡി മണിയുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ കൂടി വ്യക്തത വരണം. ഏതായാലും വ്യവസായിയുടെ മൊഴികളിൽ നിന്ന് ലഭിച്ച ലീഡാണ് ഡി മണി എന്നത്. വിനീത ഇപ്പോൾ സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 2019-2020 കാലഘട്ടത്തിലാണ് ഈ വിഗ്രഹക്കടത്ത് നടന്നതായി ഇപ്പോൾ വ്യവസായി മൊഴി നൽകിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പത്മകുമാറും N വാസുവുമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ. ഈ ഉന്നതനിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നതിനൊപ്പം തന്നെ പത്മകുമാറിനും N വാസുവിന്റെയും കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടില്ലേ ഇനി വരും ദിവസങ്ങൾ? അതാണ് ആര്യ ഞാൻ പറഞ്ഞത്. പത്മകുമാറിനും N വാസുവിലേക്കും അപ്പുറം ഏത് ഉന്നതനാണ് ബന്ധമുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ശബരിമലയിൽ ഭരണസ്വാധീനമുള്ള ഉന്നതനാണ് പണം വാങ്ങിയതെന്ന് പറയുമ്പോൾ അതാര് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. ഡി മണിയുടെ ചോദ്യം ചെയ്യലിലെ ലീഡ് അത് ഏറ്റവും പ്രധാനവുമാണ്. ഡി മണിയെക്കുറിച്ച് വ്യവസായി പറഞ്ഞതാണ്. ഇനി ഇയാളെക്കുറിച്ച് SITക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഡി മണിക്ക് ഈ സ്വർണ്ണക്കടത്തുമായും വിഗ്രഹക്കടത്തുമായും ഒക്കെയുള്ള ബന്ധങ്ങൾ, ഇയാളുടെ മറ്റിടപാടുകൾ, രാജ്യാന്തര ഇത്തരത്തിലുള്ള വിഗ്രഹക്കടത്തുമായി ബന്ധമുണ്ടോ തുടങ്ങിയ, അതല്ലെങ്കിൽ ഏത് തരത്തിലാണ് ബന്ധം, ഈ നെക്സസ് എന്താണ് എന്ന് വെളിപ്പെടാൻ പോകുന്നു എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ആര്യ.